നിലമ്പൂരിൽ 20,000 വോട്ടിന്റെ കരുത്ത് കാട്ടിയതോടെ PV അൻവറിന്റെ UDF പ്രവേശനം വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. നിലമ്പൂരിൽ അൻവർ ഫാക്ചർ ആണെന്ന് തെളിഞ്ഞതോടെ മുന്നണി പ്രവേശനത്തിൽ നിലപാട് മയപ്പെടുത്തുകയാണ് കോൺഗ്രസ് നേതാക്കൾ. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയതിന് പിന്നാലെ, വലിയ നേട്ടമുണ്ടാക്കിയതിന് പിന്നാലെ PV അൻവർ മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിലും UDFുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ മുന്നോട്ട് പോകും എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. UDF ക്യാമ്പിൽ നിന്ന് KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ, രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ, ഇന്നലെ പുറത്തു വന്ന പ്രതികരണങ്ങളിലൊക്കെയും PV അൻവറിന് മുന്നിൽ വാതിലടഞ്ഞിട്ടില്ല എന്ന സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത് കണ്ടത്. നേരത്തെ കടുത്ത നിലപാട് സ്വീകരിച്ച VD സതീശനും ഒരു സമവായത്തിൻ്റെ ഭാഷയിലേക്ക് വരുന്നുണ്ടോ? പൂർണ്ണമായി UDFിൻ്റെ വാതിൽ അൻവറിന് മുന്നിൽ തുറക്കപ്പെടുന്നു എന്ന സൂചനയാണോ നിലവിലെ പ്രതികരണങ്ങളിൽ നിന്നും നിലവിലെ സാഹചര്യത്തിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കേണ്ടത്? വിപിൻ, ഗുഡ് മോർണിംഗ് റീജിത്ത്, ക്രിസ്റ്റീന. PV അൻവർ ഒരു ഫാക്ടർ അല്ല എന്നുള്ളതായിരുന്നു LDFും UDFും ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ PV അൻവർ ഒരു ഫാക്ടർ ആണ് എന്നുള്ളതും 20,000-ഓളം വോട്ടുകൾ പിടിച്ചു എന്നുള്ളതും അത് LDFിനും UDFിനും വീണ്ടും സജീവ ചർച്ചയായിരിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും PV അൻവറിനെ കൊണ്ടൊരു പരിക്ക് പറ്റി എന്നുള്ളത് ഒരു വസ്തുതയുമാണ്. അപ്പോൾ ഈ 20,000 വോട്ടുകൾ നേടുമ്പോൾ അത് കാണാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് UDFിലെ വികാരം. അത് പ്രധാനമായും ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പാണ് വരുന്നത്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കൊക്കെ അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെങ്കിലും അത് UDFിനായിരിക്കും ഒരു പ്രശ്നം, കേടുപാട് ഉണ്ടാക്കുക എന്നുള്ളതുമാണ് ഒരു വിലയിരുത്തലുള്ളത്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് PV അൻവറുമായി ഒരു സമവായത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിൽ വീണ്ടും ഒരു കീറാമുട്ടിയാവാൻ പോകുന്നത് UDFിന്റെ അസോസിയേറ്റ് ഘടകമാകുമോ അതല്ല മുന്നണി പ്രവേശനം ഉണ്ടാകുമോ എന്നുള്ളതാണ്. വീണ്ടും പഴയ പ്രശ്നങ്ങളൊക്കെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെ എങ്ങനെ UDFിലേക്ക് എടുക്കുമെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ PV അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കി നിർത്താം എന്നുള്ള ചർച്ച. പക്ഷേ മുന്നണിക്കകത്ത്, അതായത് മുന്നണിയുടെ പൂർണ്ണമായും ഭാഗമാക്കുക എന്നുള്ളതിലേക്ക് മാത്രമേ ഇനിയൊരു സമവായത്തിനുള്ളൂ എന്നുള്ളതാണ് അൻവർ ക്യാമ്പ് ഇപ്പോഴും പറയുന്നത്. ചർച്ചകൾ തുടങ്ങിയിട്ടില്ല, പക്ഷേ നേതാക്കളൊക്കെ തമ്മിൽ ചില സംസാരങ്ങൾ പരസ്പരം ഉണ്ടാകുന്നുണ്ട്. PV അൻവറിനെ വിളിച്ചു എന്നുള്ളതൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ഇനി 2 ദിവസത്തേക്ക് മാധ്യമങ്ങളെ കാണില്ല എന്നാണ് ഈ ഘട്ടത്തിൽ PV അൻവർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പിന്നീട് അത് എന്താകും എന്നുള്ളത് ഉറപ്പില്ല. എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട്. ഇന്നലെ ഇപ്പോൾ VD സതീശനെതിരെയായിരുന്നു രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നത്. അതിൽ ഇന്നലെ ആ ചോദ്യത്തിൽ നിന്ന് VD സതീശൻ തന്നെ പറഞ്ഞത് നോ കമന്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ UDF ചർച്ച ചെയ്യും, ലീഗിനും പരോക്ഷമായി തന്നെ സ്വാഗതം ചെയ്യുന്ന രീതിയിലാണ് ഇന്നലെ പ്രതികരിച്ചത്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അതിലൊരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് കരുതുന്നു. അതുതന്നെയാണ് PV അൻവറും അത്തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് സാധ്യമാകുമെങ്കിൽ ഇനിയൊരു രാഷ്ട്രീയ ഭാവി എന്നുള്ളത് UDFിനൊപ്പം നിൽക്കുകയാണ് എന്നുള്ളത് PV അൻവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിക്കുള്ള ഒരു പ്രതികരണം ഇന്നലെ വരികയും ചെയ്തത്. പക്ഷേ അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് ഇപ്പോഴും ഒരു തലവേദനയാണ്. അതിനിടയിൽ ഇപ്പോൾ ഈ UDF നേതാക്കൾക്കെതിരെ കഴിഞ്ഞ ദിവസം പോലും AP അനിൽകുമാറിനെതിരെ രൂക്ഷ വിമർശനമാണ് അൻവറിന്റെ ഭാഗത്തുണ്ടായത്. അങ്ങനെ ഏതെങ്കിലും ഒരു വാവിട്ട വാക്ക് വരികയാണെങ്കിൽ തന്നെ വീണ്ടും ഇതൊക്കെ തന്നെ നിൽക്കുകയും ഒന്നിൽ നിന്ന് തുടങ്ങുകയും ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് PV അൻവറുമായി ബന്ധപ്പെട്ടുള്ളത്. റീജിത്ത്, ഷൗക്കത്ത് സാദിഖലി തങ്ങളെ കാണുകയാണല്ലോ. എപ്പോഴാണ് കൂടിക്കാഴ്ച, എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും? ഒപ്പം തന്നെ ഇന്ന് മണ്ഡല പര്യടനം, വോട്ടർമാർക്ക് നന്ദി അറിയിക്കൽ, അതൊക്കെ ഉണ്ടാവുമല്ലോ. അതെ, ഇന്ന് 9:15 പാണക്കാട് എത്തി സാദിഖലി ശിഹാബ് തങ്ങളെ കാണുന്നത് ആര്യടൻ ഷൗക്കത്ത്. ആദ്യം മുതൽ തന്നെ മുസ്ലിം ലീഗായിരുന്നു ഈ UDFിന്റെ ക്യാമ്പിൽ ഒത്തൊരുമിച്ച് ആദ്യം മുതൽ തന്നെ നിൽക്കുന്നതും ആദ്യം കൺവെൻഷൻ നടത്തുന്നതുമൊക്കെ. അപ്പോൾ ലീഗിന്റെ കോട്ടയായ മൂത്തേടത്തൊക്കെ വലിയ വിജയം നേടാൻ സാധിച്ചിരിക്കുന്നു. അതിലൊരു നന്ദി പറയുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായിട്ടുള്ള സാദിഖലി ശിഹാബ് തങ്ങളെ വീട്ടിലേക്ക് പോയി കാണുന്നത്. ഇന്നിപ്പോൾ മണ്ഡല പര്യടനം അല്ലെങ്കിൽ നന്ദി പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആര്യടൻ ഷൗക്കത്തിന്റെ അടുത്ത ബന്ധു മരണപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ തന്നെ ആഘോഷ പരിപാടികളൊക്കെ പെട്ടെന്ന് വെട്ടിച്ചുരുക്കിയിരുന്നു. അതിനുശേഷം ഒരു പക്ഷേ നാളെയൊക്കെ ആയിട്ടായിരിക്കും അത്തരത്തിലൊരു നന്ദി പറയുന്ന കാര്യങ്ങളിലേക്ക് UDF കടക്കുക എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, വിപിൻ സി വിജയൻ നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങൾ, വിശകലനങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.